ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കൊല്ല്, ഞങ്ങളെ കൊല്ല്. ഇടയന്മാർ ആടുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടയന്മാർ ആടുകളെ ചെന്നായ്ക്കൾക്ക് തീറ്റിയായി ഇട്ടുകൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ 4 സംവത്സരങ്ങൾക്കിടയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പലയിടത്തും അതിരൂപതയുടെ ആസ്ഥാനത്തും അകത്തും പുറത്തും വിമത വൈദികരുടെയും ആത്മായ മുന്നേറ്റക്കാരുടെയും എത്രയോ അഴിഞ്ഞാട്ടങ്ങളും ആക്രമണങ്ങളും നാം കണ്ടു. അന്നൊന്നും മെത്രാന്മാർ പോലീസിനെ വിളിച്ച് അവരെ അറസ്റ്റ് ചെയ്യിക്കുകയോ മാറ്റുകയോ ചെയ്തില്ല. ബസിലിക്കയിൽ കുർബാന അർപ്പിക്കാൻ വന്ന മെത്രാപ്പോലിത്തയെ കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും സമ്മതിച്ചില്ല. അവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാൻ കഴിയാതിരുന്നത് അന്നത്തെ മെത്രാപ്പോലിത്തയുടെ കഴിവുകേട് എന്നാണ് ഇപ്പോഴത്തെ വികാരി മെത്രാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ അവകാശമുണ്ട്. അന്ന് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവരെയൊക്കെ അകത്താക്കിയാനെ എന്ന് പറയും, വീമ്പടിക്കും. പക്ഷെ വിമതനോടത് ചെയ്യില്ല. കാരണം അദ്ദേഹം വിമതപക്ഷത്താണ്. രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും കാശക്കെട്ടുകൾ ഇട്ടുകൊടുത്ത് അന്ന് അത് ചെയ്യിക്കാതിരുന്നത് തെറ്റായിപ്പോയെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. നയതന്ത്ര പരിരക്ഷ പോലും ഉണ്ടായിരുന്ന സിറിൽ വാസിൽ പിതാവിനെതിരെ, മാർപ്പാപ്പയുടെ പ്രതിനിധിക്കെതിരെ കുപ്പിയെറിഞ്ഞിട്ടും ഒരു കേസും കൊടുത്തില്ല. ഒരു പെറ്റി കേസ് പോലും കൊടുത്തില്ല. അതാടാ മാണിപ്പറമ്പ് ഞങ്ങൾ വിമതരുടെ ശക്തി. മാണിപ്പറമ്പോ, ഞങ്ങളുടെ ശക്തി മനസ്സിലായ നിനക്ക്? മാർപ്പാപ്പ നേരിട്ടയച്ച ആൾക്കാരെ പോലും കുപ്പിയെറിഞ്ഞവരാണ് ഞങ്ങള്. അതിനു മുമ്പ് പൗരത്വ തിരുസംഘത്തിലെ സാന്ദ്രിപിതാവിന്റെ കോലം കത്തിച്ചവരാണ് ഞങ്ങള് ഈ ഭൂമി കുംഭകോണ കേസ് ഇല്ലാത്തൊരു കുംഭകേസ് ഉണ്ടാക്കി ആലഞ്ചേരി പിതാവിനെ രാജിവെപ്പിച്ചവരാണ്. തനിക്ക് മാണിപ്പറമ്പോ, തനിക്ക് ഞങ്ങളുടെ ശക്തി അറിയോ? അതാണ് വിമതരെ അഹങ്കരിച്ച് എന്നോട് പറയുന്നത്. ശരി തന്നെ, അവരുടെ ശക്തി ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. പൈശാചിക ശക്തി വളരെ വലുതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാടാ ഒറ്റക്കെട്ടാണെന്ന് ഞങ്ങൾ ആത്മായ മുന്നേറ്റക്കാര് ഊറ്റം കൊള്ളുന്നത്. മാണിപ്പറമ്പോ, നീ കണ്ടു പഠിക്കി. ഒരു പോലീസുകാരുടെ വാരിയല് ചവിട്ടി പൊട്ടിച്ച ഒരു വിമത വൈദികൻ, ഒരു പോലീസുകാരുടെ വാരിയലാണ് ചവിട്ടി പൊട്ടിച്ചത്. ആ വിമത വൈദികൻ ഇന്നലെ അതേ പോലീസുകാര് തന്നെ സുരക്ഷ ഒരുക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ഈ വിമത വൈദികനാണ് ഒരു പോലീസുകാരുടെ വാരിയല് ചവിട്ടി പൊട്ടിച്ചത്. അതേ പോലീസുകാര് ഇപ്പോ ആ വിമത വൈദികന് സുരക്ഷ ഒരുക്കുന്നു. കണ്ടടാ മാണിപ്പറമ്പ, നീയും നിന്റെ ആളുകളും കൂറന്തായകളും കൽതായക്കാരും വിചാരിച്ചിട്ട് വല്ലതും നടന്നോ? പോലീസിന്റെ നരനായിട്ട് എന്ന് ഘോരഘോരം പറഞ്ഞ് പ്രസംഗിച്ചവർക്കെതിരെ, വിമതർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് മാത്രം 10 ലക്ഷം രൂപ പൊടിച്ചുവെന്നാണ് ഞാൻ കേട്ടത്, ഒരാൾക്ക്. അപ്പൊ നിങ്ങൾ എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടാവും? ഈ പോലീസുകാര് വൈദികർക്കെതിരെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനേ ലക്ഷങ്ങള്. ഈ ലക്ഷങ്ങൾ എവിടെ കിട്ടുന്നത്? കാജൂര് പള്ളിയിൽ നിന്ന് 8 കിലോ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് വിമതര്. മറ്റു പള്ളി 78 ലക്ഷം 80 ലക്ഷം അങ്ങനെയൊക്കെയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. എത്രയോ പോലീസുകാര് നോക്കി നിൽക്കുകയാണ് ഒരു പറ്റം വിമതര് കയറ് കെട്ടിവലിച്ച് അരമനയുടെ ഇരുമ്പ് ഗേറ്റ് തകർത്തത്. അതെല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അവർക്ക് എതിരാരെങ്കിലും കേസ് കൊടുത്തോ? ഒരു പെറ്റി കേസ് പോലും കൊടുത്തോ? മാണിപ്പറമ്പോ, കൽതായവാദികളെ, അതാണ് ഞങ്ങളുടെ പണത്തിന്റെ പവർ. നീ വിമതർന്ന് വിളിക്കുന്ന ഞങ്ങളില്ലേ, ഞങ്ങൾ പണത്തിലും പദവിയിലും വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ദൈവവിശ്വാസമൊന്നുമില്ല, കുർബാനയിലും വിശ്വാസമൊന്നുമില്ല. പക്ഷെ പണവും പദവിയും ഞങ്ങളുടെ കയ്യിലാണ്. അതിന്റെ വിജയത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങനെ അവർ അഹങ്കരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് സുറിയാനി സഭയുടെ മെത്രാൻസിന്റെ തീരുമാനിച്ച ഏകീകൃത കുർബാന ഞങ്ങൾ സഭാവിശ്വാസികൾക്ക് വേണമെന്ന് പറഞ്ഞ് വന്നെത്തിയ ദൈവജനത്തെ 2025 ജൂൺ 5-ാം തീയതിത്തെ കാര്യം പറഞ്ഞേ, മിനിഞ്ഞാന്നത്തെ കാര്യം പറയണേ, വ്യാഴാഴ്ച വന്നുകൂടിയ ദൈവജനത്തെ യാതൊരു പ്രകോപനവുമില്ലാതെ ഇങ്ങോട്ട് വന്ന് മെക്കെട്ട് കയറി അറസ്റ്റ് ചെയ്ത് നീക്കാൻ സഭാതലവനും അദ്ദേഹത്തിന്റെ വികാരിയും പോലീസിനോട് ആവശ്യപ്പെട്ടു. അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു, സകല ഒത്താശയും ചെയ്തു കൊടുത്തു. എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല.
ആസൂത്രണ പദ്ധതിയൊക്കെ വളരെ ഗംഭീരമായിരുന്നു. പോലീസ് അക്കാര്യം ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു. സഭാവിശ്വാസികൾ പലരെയും ദൈവജനത്തെയൊക്കെ അറസ്റ്റ് ചെയ്ത് 2.5 മണിക്കൂർ നേരം നഗരം ചുറ്റിച്ച് ജില്ലയുടെ ഒരു റിമോട്ട് സ്ഥലത്തുള്ള ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി 8 മണിക്കൂർ തടഞ്ഞു വെച്ചു. മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവേ, വളരെ ഗംഭീരമായിട്ടുണ്ട്. ദൈവജനത്തിന് ഇങ്ങനെ തന്നെ വേണം. നിങ്ങൾ തീരുമാനിച്ച തീരുമാനം നടപ്പാക്കി കിട്ടാനും ഞങ്ങൾക്ക് നിങ്ങൾ തീരുമാനിച്ച കുർബാന, ഏകീകൃത കുർബാന ഞങ്ങൾക്ക് വേണമെന്ന് പറയാനും വന്നവരെ ഇങ്ങനെ തന്നെയാണ് തല്ലിച്ചതയ്ക്കേണ്ടത്. പോലീസിനെ വിട്ട് തന്നെ തല്ലിച്ചതയ്ക്കണം. നിങ്ങൾ ആടുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശ്വാസം കാക്കാനായി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. പോലീസിനെ വിട്ട് നഗരി കാണിച്ച് അവർ അറസ്റ്റ് ചെയ്ത് റിമോട്ട് പോലീസ് കൊണ്ടുപോയി അവർ 8 മണിക്കൂർ തടഞ്ഞു വെക്കുക തന്നെ വേണം. പാമ്പ്ലാനി പിതാവേ, അങ്ങേക്ക് സമാധാനമായിട്ടുണ്ടാവുമല്ലോ. ഇന്നലെ അങ്ങ് വളരെ സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാകും. എന്നെ തൊട്ടാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന എന്താണെന്ന് ഞാൻ കാണിച്ചു തരും എന്ന് അങ്ങ് പറഞ്ഞിരുന്നല്ലോ. കാണിച്ചു തന്നു. നന്നായിരിക്കുന്നു, വളരെ ഗംഭീരമായിരിക്കുന്നു. ഞാൻ കണ്ണൂരുകാരനാടാ എന്ന് അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. കണ്ണൂരുകാരൊന്നും ഇങ്ങനെ ചെയ്യില്ല. കണ്ണൂരുകാരൊക്കെ എത്രയോ നല്ലവര്. തീവ്രവാദികൾ പോലും ഇങ്ങനെ ചെയ്യില്ല. സ്വന്തം ജനത്തെ പോലീസിനെ വിട്ട് പ്രകോപനം ഉണ്ടാക്കിച്ച്, ഇല്ലാത്ത പ്രകോപനം ഉണ്ടാക്കിച്ച്, അറസ്റ്റ് ചെയ്യിച്ച് 2.5 മണിക്കൂർ നഗരം ചുറ്റിച്ച് 8 മണിക്കൂർ തടഞ്ഞു വെക്കുക. തീവ്രവാദികൾ പോലും ചെയ്യില്ല പാമ്പ്ലാനി പിതാവ് ഇങ്ങനെയൊന്നും. ഒരല്പം മനസാക്ഷി അവർക്കുണ്ടാകും. വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ വന്ന വ്യാമോഹത്തോടെ വന്നവർക്കുണ്ടായ ഗതികേട് ലോകത്തോട് മുഴുവൻ അങ്ങേക്ക് പറയാം. വിമതരെ വിളിച്ചുകൂട്ടി വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാം. തോളിൽ കൈയിട്ട് കൈകൊട്ടി പടക്കം പൊട്ടിച്ച് ആനന്ദിക്കാം. ഞാൻ നിങ്ങളോട് കൂടെയാണ് എന്ന് നിങ്ങളോട് ഞാൻ 1000 വട്ടം പറഞ്ഞതല്ലേ എന്ന് പാമ്പ്ലാനി പിതാവെ അങ്ങേക്ക് വിമത വൈദികരോട് ചോദിക്കാം. ഞാനതിപ്പം തെളിയിച്ചില്ലടാ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് വിശ്വാസമായില്ലേ എന്ന് വിമതരോട് ചോദിക്കാം. തീർന്നില്ല. അവരിൽ നിന്ന് ഇനിയും കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങാം. ഇനിയും പണമെറിഞ്ഞ് വേണമല്ലോ ഈ ദൈവജനത്തെ പോലീസിനെ വിട്ട് തല്ലിക്കാനും പട്ടാളത്തെ ഇറക്കി തല്ലിക്കാനും. അതിന് പണം വേണ്ടി വരുമല്ലോ. അതേസമയം ഇപ്പോഴത്തെ സഭാ നേതൃത്വം ചെയ്തത് നല്ലൊരു കീഴ്വഴക്കമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഒരു നല്ല കീഴ്വഴക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മാറ്റും. തട്ടിൽ പിതാവിനും പാമ്പ്ലാനി പിതാവിനും മാറ്റും. ഒന്നുകിൽ നമ്മുടെ സഭയിൽ നിന്ന് മാറ്റും, അല്ലെങ്കിൽ ദൈവം മാറ്റും. അവരവൻ്റെ പുതിയ സഭാ നേതൃത്വം വരും. ഇവർ ലോകാവസാനം വരെ ഇവർ ഉണ്ടാവില്ലല്ലോ. ആ പുതിയ സഭാ നേതൃത്വം വരുമ്പോൾ അവർക്കും പോലീസിനെ വിളിച്ച് വിമതരെയും ആത്മായ മുന്നേറ്റക്കാരെയും അടിച്ചോടിക്കാലോ. ഇതിനു മുമ്പുള്ള മെത്രാന്മാരും ചെയ്തിട്ടില്ല. നമ്മുടെ ജനമല്ലേ എന്തൊക്കെ തല്ലിയൊള്ളികളാണെങ്കിലും നമ്മുടെ ജനമല്ലേ എന്ന് കരുതി ഈ വിമതരും ആത്മായ മുന്നേറ്റക്കാരൊക്കെ ഇതിന് മുമ്പുള്ള മെത്രാന്മാര്. ഇപ്പോഴുള്ള മെത്രാന്മാര് ദൈവജനത്തെ അവർ ഈ മെത്രാന്മാരുടെ തീരുമാനം നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ച് വന്നവരെയാണ് അടിച്ചോടിച്ചത്. അപ്പോ ഈ വിമത വൈദികരും ആത്മായ മുന്നേറ്റക്കാരും ആക്രമണത്തിന് വരുമ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് അടിച്ചോടിക്കാലോ. അന്നത്തെ മെത്രാന്മാർക്ക് അടിച്ചോടിക്കാലോ. അതിനുള്ള കീഴ്വഴക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് അങ്ങനെ പള്ളിയിൽ നിന്ന് പണം കെട്ടെടുത്ത് കൈക്കൂലി കൊടുക്കുകയും ചെയ്യാലോ. അതിനുള്ള കീഴ്വഴക്കങ്ങളാണ് തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർത്തും തെറ്റായ ഒരു കീഴ്വഴക്കമാണെന്ന് പറയാൻ പറ്റില്ല. സുറിയാനി കത്തോലിക്ക സഭയിൽ ഓരോ വിശ്വാസിയോടും ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു സഭാ നേതൃത്വം നമുക്ക് വേണം. ഇങ്ങനെ തലതിരിഞ്ഞ നേതൃത്വത്തെ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു നേതൃത്വത്തെ നാം വെച്ച് പൊറുപ്പിക്കണം. പള്ളിയിൽ നിന്ന് പണവും പണ്ടവും കവർന്ന് നമ്മുടെ ജനത്തെ, അതും മെത്രാന്മാരുടെ തീരുമാനം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട ദൈവജനത്തെ അടിച്ചോടിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുന്ന സഭാ നേതൃത്വത്തെ നമുക്ക് വേണോ? സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലുമുള്ള, എറണാകുളത്ത് മാത്രമല്ല എല്ലാ രൂപതകളിലുമുള്ള വൈദികരെ, കന്യാസ്ത്രീകളെ, സഭാവിശ്വാസികളെ, സഭാ മക്കളെ, എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ വെറും പ്രാദേശിക പ്രശ്നമാണെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഗൗനിക്കേണ്ടതില്ല, കേൾക്കേണ്ടതില്ല. ഞാനത് ആവർത്തിക്കുക. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ
വിവിധ രൂപതകളിലുള്ള ലോകത്തുള്ള വിവിധ രൂപതകളിലുള്ള വൈദികരെ, കന്യാസ്ത്രീകളെ, സഭാ വിശ്വാസികളെ, സഭാ മക്കളെ, എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ വെറും പ്രാദേശിക പ്രശ്നമാണെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കേണ്ടതില്ല, ഗവനിക്കേണ്ടതില്ല. അതല്ല, ഇത് നമ്മുടെ അമ്മയായ സുറിയാനി സഭയുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ, നമ്മുടെ അമ്മയായ സുറിയാനി സഭയുടെ മൊത്തം പ്രശ്നമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ, സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയായ എറണാകുളത്ത് നടക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ, ഈ പ്രശ്നം പരിഹരിക്കാതിരിക്കുന്നതിന് നിങ്ങളുടെ രൂപതയിലെ മെത്രാന്മാരും കുറ്റക്കാരാണ്. ഈ പ്രശ്നം പരിഹരിക്കാത്തതിന് അവർ കാരണക്കാരാണ്. സഭാ നേതൃത്വത്തെ പാടി സ്തുതിച്ച് പറ്റിയാൽ ഒരു മെത്രാൻ സ്ഥാനം കരസ്ഥമാക്കാനോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനമാനങ്ങളും പദവികളും കിട്ടാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. ഞാൻ ഓരോ രൂപത്തിലും വൈദികരോടും കന്യാസ്ത്രീകളോടും സഭാ മക്കളോടുമാണ് പറയുന്നത്. നിങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങളും പദവികളും കിട്ടാൻ വേണ്ടി മെത്രാന്മാരെ സ്തുതിച്ച് സഭാനേതൃത്വം സ്തുതിച്ച് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ, ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ സഭയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ പല മാർഗങ്ങളും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ഓരോ രൂപതയിലെയും, എറണാകുളം അങ്കമാലിയിലെ മാത്രമല്ല, സകല രൂപതകളെയും വൈദികർ, സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്ന വൈദികരുണ്ടെങ്കിൽ, കന്യാസ്ത്രീമാരുണ്ടെങ്കിൽ, സഭാ മക്കളുണ്ടെങ്കിൽ, ആ സത്യവിശ്വാസികളോടാണ് എൻ്റെ അഭ്യർത്ഥനയും ആഹ്വാനവും. എന്ത് ചെയ്യണമെന്ന് സമാന മനസ്കരായി നിങ്ങൾ ആലോചിക്കുക. വഴി പരിശുദ്ധ റൂഹ നിങ്ങൾക്ക് കാണിച്ചു തരും. സമാന മനസ്കരമായി നിങ്ങൾ കൂടി ആലോചിക്കുക. വഴികൾ, പലതരം വഴികൾ, നേരായ വഴികൾ, നേരും നെരുവുമുള്ള വഴികൾ പരിശുദ്ധ റൂഹ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.